വയനാട്ടിൽ ജനവാസ മേഖലയിൽ കരടി ഇറങ്ങി. കരടിക്കായി ഊർജിതമായ തിരച്ചിൽ നടക്കുന്നു. വെള്ളമുണ്ട പഞ്ചായത്തിലെ പാലിയാണ, കരിങ്ങാരി പ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കരടിയെ കണ്ടു. ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കരടിക്ക് മുൻപിൽ അകപ്പെട്ടതായി പറയുന്നു. കൊമ്മയാട് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് പള്ളിമുറിയിലും കരടി കയറി. വനം വകുപ്പും RRD സംഘവും തെരച്ചിൽ നടത്തിയെങ്കിലും കരടിയെ കണ്ടെത്താനായില്ല. ചൊവ്വാഴ്ച രാവിലെ 6:30യോടെയാണ് കരിന്തോടിൽ അനീഷിന്റെ വീടിനടുത്ത് കരടിയെ ആദ്യം കണ്ടത്. പ്രദേശവാസിയായ കായംകണ്ടത്തിൽ രാജൻ എന്നയാളെ കരടി ആക്രമിക്കാനൊരുങ്ങിയെങ്കിലും തലനാരിഴക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹത്തിന് ചെറിയ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിടയിലേക്ക് കരടിയെത്തിയത്. സംഘത്തിലുണ്ടായിരുന്ന ചിലരുടെ ജാഗ്രത കൊണ്ട് മാത്രമാണ് അപകടം സംഭവിക്കാതിരുന്നത്. പള്ളിയിൽ കയറിയ കരടി ഇവിടുത്തെ അടുക്കളയിൽ നാശനഷ്ടമുണ്ടാക്കി. കരിങ്ങാരിയിൽ വാഴത്തോട്ടത്തിൽ നിന്നും ഇറങ്ങിയ കരടി നെൽവയൽ മുറിച്ചു കടക്കുന്ന ദൃശ്യം പ്രദേശവാസികളിൽ ആരോ പകർത്തിയത് പുറത്തു വന്നിട്ടുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഞായറാഴ്ച പുലർച്ചെ കുറുവ ദ്വീപിനോടടുത്ത് കിടക്കുന്ന പയ്യമ്പിള്ളി മേഖലയിലാണ് കരടിയെ ആദ്യമായി കണ്ടത്. പയ്യമ്പിള്ളിയിലെ ഒരു വീട്ടിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ കരടി കറങ്ങി നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ലഭിക്കുകയായിരുന്നു. പയ്യമ്പിള്ളിയിലെ ജനങ്ങൾ ഭീതിയിലായതിന് പിന്നാലെ വള്ളിയൂർക്കാവിലും ഇതിനുശേഷം തോണിച്ചലിലും കരടിയെത്തി. ജനവാസ മേഖലയിലൂടെ സഞ്ചാരം തുടരുന്ന കരടി ഇപ്പോൾ കരിങ്ങാരി കൊമ്മയാട് മേഖലയിലാണ്. കരടി അവസാനമായി എത്തിയ പ്രദേശങ്ങളോടടുത്തൊന്നും കാടില്ലാത്തതിനാൽ കരടിയെ തുരത്തുക ശ്രമകരമായിരിക്കും. എന്തായാലും വനം വകുപ്പിന്റെ പ്രത്യേക സംഘവും വനം ദ്രുത കർമ്മസേനയും പരിശോധന തുടരുകയാണ്. ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കരടിയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. നെൽപ്പാടങ്ങളിലും മറ്റും കരടി പതുങ്ങിയിരുന്ന് തെരച്ചിൽ സംഘത്തെ ആകെ കുഴപ്പിക്കുകയാണ്. DFOമാരായ ഷജ്ന കരീം, മാർട്ടിൻ ലോവൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ദൗത്യം പുരോഗമിക്കുന്നത്. അതിനിടെ പുൽപ്പള്ളിക്കടുത്ത് ചെതലയത്ത് വീണ്ടും കടുവ സാന്നിധ്യമുണ്ടായതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. ചെതലയം പടിപ്പുര വയലിൽ മേയാൻ വിട്ട നാരായണന്റെ പശുവിനെ പരിക്കേൽപ്പിച്ച കടുവ ജനങ്ങൾ ഒച്ചവെച്ചതോടെ കാടുപിടിച്ചു കിടക്കുന്ന തോട്ടങ്ങളിലേക്ക് മാറിയിട്ടുള്ളതായി പറയുന്നു. ഈ ഭാഗങ്ങളിൽ വനം വകുപ്പ് ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.